നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തെങ്കിലും തരണം സാറേ, എന്തെങ്കിലും തരണം സാറേ, എന്തെങ്കിലും തരണം സാറേ. ദൈവം സാറിനെ അനുഗ്രഹിക്കട്ടെ. വേറെ ആരും ഇതുവരെ ഞങ്ങൾക്കിങ്ങനെ കൈ നിറച്ച് തന്നിട്ടില്ല. എന്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതെ കിടക്കുക. എല്ലാവരും അയക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. സാറേ, സാറിന്റെ പ്രാർത്ഥന എന്തായാലും ദൈവം കേട്ടിട്ടുണ്ടാവും. ഞങ്ങളും പ്രാർത്ഥിക്കാം സാറേ. ഏതോ വലിയ കോടീശ്വരനാണെന്ന് തോന്നുന്നു. കണ്ടാൽ തന്നെ അറിയാം. കോടീശ്വരനെന്ന് മാത്രമല്ല, കൈ നിറച്ച് തരാനുള്ള മനസ്സുമുണ്ട്. അതെ അതെ, ഭഗവാനെ നന്നായിരിക്കട്ടെ. നന്ദിനി, വേദന കൂടുതലാണോ? ഒട്ടും പറ്റുന്നില്ല ആർത്തി. നടുവൊക്കെ വിട്ടുപോകുന്ന പോലെ. കാലും കൈയൊക്കെ നല്ല വേദനയുണ്ട്. ചിലപ്പോ വേദന ഇന്നുകൂടെ കാണും. എങ്ങനെയെങ്കിലും 1-2 ദിവസം കൂടി തള്ളി കെട്ടിയാ മതി. മരിച്ചു പോകുന്ന പോലെ തോന്നുന്നു എനിക്ക്. കണ്ണൊന്നും തീരെ തുറക്കാൻ പറ്റുന്നില്ല. നീ പ്രാർത്ഥിച്ച് കിടക്ക്. ആരതി, അതെ, ഇത് കുറച്ച് ഓട്സ് കുറുക്കിയതാ. ഞാൻ ഒരാളെ വിളിച്ച് ചോദിച്ചു, കൊടുക്കുന്നത് നല്ലതാണെന്നാ പറഞ്ഞ്. നന്ദിനി, ഒന്ന് എഴുന്നേറ്റേ. വേണ്ട ആരതി, എനിക്ക് എണീക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. എഴുന്നേക്ക് നന്ദിനി. പറ്റില്ലെന്നാ പറഞ്ഞ്. രോഗം വല്ലാതെ തളർത്തുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മളും കൂടി തളർന്നു പോയാ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എഴുന്നേറ്റേ, വാ. വല്ലാണ്ട് ക്ഷീണമായി. സാറ് വരുമ്പോ പറയണേ. പറയാം. എനിക്ക് മതി. എങ്ങനെയും കുറച്ച് കഴിക്ക്, വയറ്റിൽ ചെന്ന് കിടക്കട്ടെ. ഇങ്ങനെ വരുമ്പോ നാവിന്റെ രുചിയൊക്കെ പോവും എന്ന് കരുതി ശരീരത്തിന് ഒരു പിടിപ്പ് വേണ്ടേ? കണ്ണടച്ച് ഒറ്റ വലിക്കങ്ങ് കുടിച്ചാലും കുഴപ്പമില്ല. എന്തിനാ ദൈവമേ ഇങ്ങനെയിട്ട് പാടുപെടുത്തുന്നു? മനസ്സുകൊണ്ട് പോലും ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ ഞാൻ. എല്ലായ്പ്പോഴും
എല്ലാവർക്കും ശല്യം തന്നെ ഞാൻ. ഇതൊക്കെ പറയേണ്ട നേരമാണോ ഇപ്പോ? കുറച്ചുകൂടെ കുടിക്കാൻ നോക്ക്. വേണ്ടായിരുതി, എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റിയാ മതിയായിരുന്നു. അതും പറ്റുന്നില്ല. വാ, കിടക്ക്. ശരീരത്തിൽ വീണ്ടും പൊന്തിയിട്ടുണ്ടല്ലേ? ആ, അതെ. ഞാനത് ആരാണെന്ന് നോക്കിയിട്ട് വരാം. എന്താ? ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സാർ. ഇവിടെ നിന്നു? ആ അതെ സാർ, അഡ്രസ്സ് തന്നെയായിരുന്നു. തനിക്ക് തെറ്റിയതായിരിക്കും. ഇവിടെ ആരും ഫുഡ് ഓർഡർ ചെയ്തിട്ടില്ല. സാർ, എനിക്ക് തെറ്റിയിട്ടൊന്നുമില്ല. 45 മിനിറ്റിന് മുമ്പ് ഓർഡർ ചെയ്തതാ. ഇതിലെന്താ ഫുഡ്? റോസ്റ്റഡ് ചിക്കനും പിന്നെ ചിക്കൻ ഷവർമയും. അപ്പൊ ഒരു കാരണവശാലും ഇവിടത്തേക്കായിരിക്കില്ല. എന്റെ പൊന്നു ചങ്ങാതി, ഇവിടെ ഒരാൾ ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കുക. ഇവിടെ നോൺ വെജ് കഴിക്കത്തില്ല എന്ന് തീരുമാനം എടുത്തിട്ടുള്ളതാ. പിന്നെ ഇതിന്റെ ഇടയിൽ ഇവിടെ ആരാ ഇത് ഓർഡർ ചെയ്യേ? സാർ, അകത്ത് മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ. തനിക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? താനിത് തിരിച്ചു കൊണ്ടുപോ. ഇനി അഥവാ ഇവിടെ ഇത് ആരെങ്കിലും ഓർഡർ ചെയ്താണെങ്കിൽ ഇവിടെ ഇത് വേണ്ട. ഇവിടെ ആരും ഇത് കഴിക്കുകയില്ല. എന്താ സംഭവം? വേറെ എവിടേക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ട് അത് ഇവിടെ കൊണ്ടുവന്നേക്കുക. അതും ചിക്കൻ. പോകാൻ പറഞ്ഞിട്ട് കേക്കണ്ടേ? ഫുഡ് ഓർഡർ ചെയ്തതേ ഞാനാ. അതിങ്ങ് തന്നേക്ക്. ഓ ഇതാ മാഡം. ശരി. മേഡം എന്ത് പണിയായി കാണിക്കുന്നേ? ഇതൊന്നും ഇവിടെ പാടില്ലെന്ന് അറിഞ്ഞൂടെ? കഴിച്ച എന്താ കുഴപ്പമെന്നേ ഞാനൊന്ന് നോക്കട്ടെ. മേഡം കുറച്ചു മുമ്പ് എന്നോട് കരുതാളിക്കാൻ പറഞ്ഞു. അപ്പൊ ഉണ്ടായ അനുഭവം അറിയാലോ. ഇതൊക്കെ ഒരു നിമിത്തമാ മേഡം. മേഡം ഒരു കാര്യം ചെയ്യ്, പുറത്ത് എവിടെയെങ്കിലും പോയിരുന്ന് കഴിച്ചിട്ട് അകത്തേക്ക് കയറിയാ മതി. അയ്യോ, നീ എന്താ പറഞ്ഞേ? പുറത്ത് തെരുവിലിരുന്ന് കഴിക്കാനോ? എന്റെ വീട്ടിലിരുന്ന് എന്ത് കഴിക്കണം, എവിടെ ഇരുന്ന് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നതേ നീയാണോ?